പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു. നമസ്കാരം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ അതിഥി മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ എന്നല്ല, ലോക സിനിമയിൽ തന്നെ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പെരുമ്പറ അടിച്ച് നടക്കാത്ത ഒരാളായതുകൊണ്ട് അത് അധിക പേര് അറിയില്ല. ശ്രീ മധു അമ്പാട്ട്. മധുവും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. ഞാൻ വിക്ടോറിയ കോളേജിൽ 67 മുതൽ 73 വരെ, പ്രീ ഡിഗ്രി മുതൽ MA വരെ പഠിച്ചിരുന്ന കാലഘട്ടമാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ 2 വർഷം, ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫൈനൽ ഇയർ ഡിഗ്രി BSc പഠിക്കുകയായിരുന്നു അന്ന് മധു. അതുകൊണ്ട് തന്നെ എൻ്റെ സീനിയർ ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് തന്നെ മധുവിൻ്റെ അച്ഛൻ അന്ന് അറിയപ്പെടുന്ന പ്രൊഫസർ ഭാഗ്യനാഥ് മജീഷ്യനായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മജീഷ്യനായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ജോലി രാജിവെച്ചിട്ടാണ് മാജിക് പ്രൊഫഷനായിട്ട് എടുത്തത്. അപ്പോൾ അച്ഛനിൽ നിന്ന് പഠിച്ച ചില മാജിക്കുകൾ, ചില്ലറ മാജിക്കൊക്കെ കോളേജിലെ ചില ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ ചില തൊപ്പിന്ന് കൈലേസ് എടുക്കുക, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കറൻസി കൊണ്ടുവരിക, ഇങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ വിക്ടോറിയ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു. അങ്ങനെയാണ് എനിക്ക്. പക്ഷെ അകലിൽ നിന്ന് കണ്ടാണ്, ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ പരിചയപ്പെട്ടില്ല. 1973 ഞാൻ വിക്ടോറിയ കോളേജിലെ പഠനം, MA പഠനം സെക്കൻഡ് ഇയർ ഇടയ്ക്ക് വെച്ച് നിർത്തി സിനിമ പഠിക്കാൻ പൂനെയിൽ പോകുന്നത്. ആ വർഷം 3 വർഷത്തെ കോഴ്സ്, മോഷൻ പിക്ചർ ഫോട്ടോഗ്രാഫി കോഴ്സ് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കോടുകൂടി പരിശീലനം കഴിഞ്ഞ് പുറത്ത് വരികയും ചെയ്ത വ്യക്തിയാണ്. ഞാനവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് 73 മുതൽ 76 വരെയുള്ള 3.5 വർഷക്കാലം ഞാൻ പൂനെയിലായിരുന്നു. ആ സമയം ആകുമ്പോഴേക്കും മധു മലയാള സിനിമയിൽ ആ 3 വർഷത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു ആസ് എ സിനിമാറ്റോഗ്രാഫർ. പിന്നീട് 79 എൻ്റെ ആദ്യത്തെ സിനിമയായ ഫീച്ചർ ഫിലിമായ ഗ്രീഷ്മം. അതിനു മുമ്പ് ഷാജിൻ കരുൺ എൻ്റെ കൂടെ ഡോക്യുമെൻ്ററിയിൽ വർക്ക് ചെയ്തിരുന്നു. ഡോക്യുമെൻ്ററി സിനിമയിൽ ഗ്രേറ്റർ കൊച്ചിൻ എന്നുള്ള KSFDC, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി കൊണ്ടെടുത്താണ്. ഷാജിനി 1 വർഷം സീനിയറാണ് മധു അമ്പാട്ട്. മധു അമ്പാട്ടിനെയാണ് ഞാൻ ക്ഷണിച്ചത്. ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് നിലവിലിരുന്ന ഈ മറ്റേ ഫിലിം ഈസ്റ്റ്മാൻ, ഫ്യൂജി, ഓർവോ, ഈ 3 ഫിലിമിലാണ്. അന്ന് ഓർവോ വന്ന സമയമാണ് തോന്നുന്നത് ഫിലിം മൂവി ഇതായിട്ട്. അതിന് മുമ്പ് ഓർവോ സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് മാത്രം ഉപയോഗിച്ചിരുന്നു. ഈസ്റ്റ്മാൻ ഉണ്ടായിരുന്നു, ഫ്യൂജി ഉണ്ടായിരുന്നു, ഓർവോവും രംഗത്ത് വന്നു. ഈ 3 സ്റ്റോക്കും ഉപയോഗിച്ച് വന്ന, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏക സിനിമയാണ്. ആക്ച്വാലിറ്റി ഇത് വരുന്നതിൽ ഓർവോ, ഫാൻറ്റസി സീനുകൾ ഈസ്റ്റ്മാൻ, ഹലൂസിനേഷൻ സീന് പാസ്റ്റ് കാണിക്കുമ്പോൾ ഫ്യൂജി. ഇങ്ങനെ ഒരു സൈക്കഡലിക് ഒരു ഫിലിം ഞാൻ സ്വയം അവകാശപ്പെടുന്ന ഒരു സിനിമ. അത് ഇന്ത്യൻ പനോരമയിലും പിന്നീട് ഏതാനും അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ അടക്കം, ബെർലിനിലടക്കം തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ്. ഛായാഗ്രഹണത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു ദേശീയ അവാർഡ് മധുവിന് ആ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ അവാർഡ് കിട്ടുന്നത് എൻ്റെ അനുഭവത്തിൽ അതൊക്കെ ഒരു ആകസ്മികതയാണ്. ഞാൻ ദാസേട്ടനെ കുറിച്ച് എടുത്ത മാൻ ബിഹൈൻഡ് ദി വോയ്സ് എന്ന ഡോക്യുമെൻ്ററി, 1 വർഷം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി, അതെന്നാണ് ഞാൻ ആദ്യം എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അതിനുശേഷം നിവാർ മേനോൻ എന്ന പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ 1 വർഷം ജൂനിയറായി പഠിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്കാണ്. പിന്നെ ഷാജിൻ കരുൺ വിശാല കൊച്ചി എന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടി, അത് 6 ഷെഡ്യൂൾ, വളരെ നീണ്ടുപോയ 2 വർഷം എടുത്ത് ചെയ്ത ഒരു പടമാണ്. 79 എനിക്ക് ആദ്യത്തെ സിനിമ മുഴുനീള കഥാചിത്രം ചെയ്യാനുള്ള ഓഫർ കിട്ടിയപ്പോൾ ഞാൻ മധുവിനെയാണ് അപ്രോച്ച് ചെയ്ത്. മധു അന്നും ഇന്നും ആർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബേസിക്കലി ഈസ് എ വെരി ആക്സസിബിൾ പേഴ്സൺ. സീനിയർ ആണോ, ജൂനിയർ ആണോ, പണക്കാരനാണോ, പാവപ്പെട്ടവനാണോ, പണ്ഡിതനാണോ, പാമരനാണോ ഒന്നും നോക്കില്ല. ഈസ് ഡൗൺ ടു എർത്ത് എ ഹ്യൂമൻ ബീയിങ്.
ഒരു നല്ല കലാകാരൻ, നല്ലൊരു മനുഷ്യനാണ് ആദ്യം. അങ്ങനെ കാണുന്നൊരു വ്യക്തിയാണ് മധു അമ്പാർ. പിന്നീട് ഞങ്ങൾ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഞാൻ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടുന്ന പ്രതീക്ഷിച്ചാണ്. കിട്ടിയില്ല. 83 ആദിശങ്കര എന്ന സംസ്കൃത ചിത്രം GV അയ്യർ ചെയ്ത കന്നഡ ഫിലിം, സാൻസ്ക്രിറ്റ് ഫിലിം, ആദ്യമായിട്ട് ഇന്ത്യയിലുണ്ടായ സാൻസ്ക്രിറ്റ് ഫിലിം. ആ സിനിമയ്ക്ക് ഹിമാലയ തിലക പോയി ഷൂട്ട് ചെയ്തതാണ്. ആ സിനിമയ്ക്കാണ് ആദ്യത്തെ ദേശീയ അവാർഡ്. പിന്നെ അവാർഡുകളുടെ ഒരു ബഹളമാണ്. ഒരു 80-നും 90-നും, എനിക്ക് തോന്നുന്നു 80s ശേഷം അശ്വത്ഥാമ, സൂര്യന്റെ മരണം, ആരോ ഒരാൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അതൊക്കെ. പിന്നീട് അമരം, സ്വാതി തിരുനാൾ, ശൃംഗാര എന്ന് പറയുന്ന അല്ല, ഞാൻ പറഞ്ഞ അവാർഡ് കിട്ടിയ 3 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ്. അത് 2 പടങ്ങളൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത്. നാഷണൽ അവാർഡ് ആദിശങ്കര, പിന്നീട് ശൃംഗാര എന്ന് പറഞ്ഞ തെലുഗു, തമിഴ്, പിന്നെ ആദാമിന്റെ മകൻ അബു. ഇത്രയും. പിന്നെ മനോജ് നൈറ്റ് ശ്യാമളൻ ചെയ്ത ഹോളിവുഡ് സിനിമയുടെ പേരെന്താ? പ്ലേയിങ് വിത്ത് ആങ്കർ ആദ്യം, രണ്ടാമത് വൈഡ് അവേക്ക്. പ്ലേയിങ് വിത്ത് ആങ്കർ, വൈഡ് അവേക്ക്. ഇത് രണ്ടും മനോജ് നൈറ്റ് ശ്യാമളൻ ചെയ്ത ഇംഗ്ലീഷ് സിനിമകളാണ്. അദ്ദേഹം അമേരിക്കയിൽ സെറ്റ് ചെയ്ത മലയാളിയാണ്. ആൻഡ് ആ 2 സിനിമകളും എനിക്ക് തോന്നുന്നു ഹോളിവുഡിൽ പോയിട്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാളിയാണെന്ന് തോന്നുന്നു സിനിമാറ്റോഗ്രഫി. സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ മലയാളിയാണ്. ഇന്ത്യൻ ആദ്യം പോയിട്ട് ഇന്ത്യക്കാരൻ ചെയ്യുന്നതാണ്. ഈവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആൻഡ് ദി അവാർഡ് ഗോസ് ടു ഓസ്കർ. ആദാമിന്റെ മകൻ അബു ഡയറക്റ്റ് ചെയ്ത സലീം അഹമ്മദ് സംവിധാനം ചെയ്ത അത്. ആ സിനിമയും അമേരിക്കയില് ഭാഗ്യമായിട്ട് അമേരിക്ക ഷൂട്ട് ചെയ്തതാണ്. ടൊവിനോ നായകനായിട്ട്. ജാക്ക് ബുദ്രയുടെ പ്രൊവോക്ഡ് ഷൂട്ട് ഓൺ സൈറ്റ്. ഇത് ലണ്ടനില്. അത് രണ്ടും ഏത് ലാംഗ്വേജ് ആണ്? ഇംഗ്ലീഷ്, ലണ്ടനില്. ഓ, അപ്പൊ ഇംഗ്ലീഷില് മനോജ് നൈറ്റ് ശ്യാമളിന്റെ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്ത പടങ്ങളാണ്. ഓക്കെ. അതാരാ ഡയറക്ട് ചെയ്ത? ജാക്ക് മുന്ദ്ര. ഓക്കെ. ഐശ്വര്യാണ് മെയിൻ. ഐശ്വര്യ റോയ്. ഓക്കെ. അത് ലണ്ടനിൽ ഷൂട്ട്. അപ്പൊ 4 ഇംഗ്ലീഷ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നല്ല അമോദിനി എന്നൊരു പറഞ്ഞത് ഇംഗ്ലീഷ്. മധുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഇനി ഒരുപാട് കാലം വേണ്ടി വരും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ആസാമീസ്, ബംഗാളി, വൺ മോർ ലാംഗ്വേജ്, സാൻസ്ക്രിറ്റ് ആൻഡ് ഇംഗ്ലീഷ്. അങ്ങനെ 9 ഭാഷകളിലായിട്ട് 260 ഫീച്ചർ ഫിലിംസ്, ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ് വേറെ. ഒക്ടോബറില് ഇറ്റാലിയൻ ചെയ്യാൻ പോകുന്നത്. അതെ, ഒക്ടോബറില്. ഈ ഇരിക്കുന്ന വ്യക്തി സിനിമാറ്റോഗ്രാഫർ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ, എൻ്റെ 2ാമത്തെ സിനിമ അദ്ദേഹമാണ് ചെയ്യാനിരി. അദ്ദേഹത്തെയാണ് ഫിക്സ് ചെയ്തിരുന്നത്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമയും 2ാമത്തെ, എൻ്റെ സിനിമകളെല്ലാം വളരെ മിനിമം ബഡ്ജറ്റിലുള്ള സിനിമകളാണ്. ആദ്യത്തെ സിനിമ തന്നെ മധു കാര്യമായിട്ട് വേതനമൊന്നും കൊടുക്കാൻ പറ്റില്ല. പ്രൊഡ്യൂസർ കൊടുത്ത അഡ്വാൻസ് ശേഷം മധുവിനൊന്നും പ്രൊഡ്യൂസർ കൊടുത്തില്ല. മധു ഇതുവരെ ചോദിച്ചിട്ടുമില്ല. എനിക്ക് വേണ്ടിയിട്ട് മധു വർക്ക് ചെയ്ത്, ഞാനാണ് മധുവിന്. എന്നാൽ സെക്കൻഡ് ഫിലിം എൻ്റെ ഒരു മെയ് മാസപ്പുലരി എന്നുള്ള സിനിമയിൽ മധുവാണ് വർക്ക്. അന്ന് സന്തോഷ് ശിവൻ 83 പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്ന് 87 4 വർഷം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ 4-5 ഡോക്യുമെൻ്ററികൾ മാത്രം. അതിനിടയിൽ ഒരു 16 ഫീച്ചറേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം വളരെയധികം പെനട്രേറ്റ് ചെയ്തിട്ടെന്നുള്ള വാക്ക് തന്നെ പറയാം. അതിനിടയിൽ മധു നാഷണൽ അവാർഡ് വാങ്ങി, സ്റ്റേറ്റ് അവാർഡ് വാങ്ങി. മധുചേട്ടന് ഇനി ഒരു സിനിമ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഒരു ബ്രേക്കാണ്, ഒരു തുടക്കമാണ്, എനിക്കൊരു ബ്രേക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഞാനത് മുഴുവൻ ആ കഥ നറേറ്റ് ചെയ്യുകയാണെങ്കിൽ
ഞാൻ മധുവിനോട് ചോദിക്കാൻ ട്രങ്ക് ബുക്ക് ചെയ്താണ്, എനിക്ക് 12 മണി വരെ കിട്ടിയില്ല രാത്രി. ഒരു ദിവസമല്ല, സന്തോഷ് ശിവൻ ഒരു മാസത്തോളം എന്നെ പെസ്റ്റർ ചെയ്തിട്ട് എന്നുള്ള വാക്ക് ഒരു കുഴപ്പമില്ല ഉപയോഗിക്കുന്നു. പെസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ള സത്യം. ഞാൻ 76 പൂനെന്ന് പഠിച്ച് പാസ്സായത്, സന്തോഷ് ശിവൻ 83, മധു 73. അപ്പോൾ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാള് അടിച്ചു വന്ന് 4 വർഷമായിട്ട് അയാൾക്കൊരു ബ്രേക്ക് കിട്ടിയില്ല. ഈ മലയാള സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരു ഹിന്ദി സിനിമ പുള്ളി ആദിത്യ ഭട്ടാചാര്യയുടെ ഒരു സിനിമ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അത് പുള്ളിക്ക് വലിയ സഹായകരമാകും. ആ സിനിമയിലൊരു പുള്ളിക്കൊരു അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു മധുവിനാണെന്ന് ഞാൻ ചോദിക്കട്ടെ. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലൊന്ന് ട്രങ്ക് കോളേ ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെൻറ് ഫോണായിരുന്നു, KSFDC തന്നത്. ട്രങ്ക് ബുക്ക് ചെയ്ത് രാത്രി 12 മണി വരെ കിട്ടിയില്ല. പിന്നെ 5 മണിക്ക് വെക്കാം, കീപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്താ പറയുക, അതിനെന്താ പറയുക, ഇതിൽ വെക്കാന്ന്, പെൻഡിങ്ങിൽ വെക്കാൻ പറഞ്ഞു. കൃത്യം 5:02 എനിക്കൊരു കോള് വന്നു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ മധുവിന് കിട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ മധുവിൻ്റെ അടുത്ത് വരെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഫോൺ എടുത്ത് ഉറക്കത്തിൽ പോയിട്ട് മദ്രാസ് കോളാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അങ്ങനത്തെ അല്ലെങ്കിൽ സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ അപ്പൊ 11 ആ സമയത്തെല്ലാം എവരി 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ചേട്ടന് കിട്ടിയോ ഫോണ് സംസാരിച്ചോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, സന്തോഷ് 5 മണിക്ക് ശേഷം ഇനി വിളിച്ചാൽ മതി, ഞാൻ അത് പെൻഡിങ്ങിൽ വെക്കുക. കാരണം ഇനി വിളിച്ചാൽ മധു അവിടെ ഉറങ്ങി കാണും, എനിക്കും ഉറങ്ങണം, സന്തോഷിനും ഉറങ്ങണം. 5:02 ഞാൻ അപ്പോൾ വാച്ച് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ക്ലോക്ക് നോക്കിയപ്പോൾ 5:02 സമയം, 5 മണി. അപ്പൊ ഞാൻ എന്തായി മധുചേട്ടൻ, ഞാനപ്പോ ഹലോ മധു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മധുവല്ല ചേട്ടാ, ഞാൻ സന്തോഷമാണ്. മധുചേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എനിക്കിതുവരെ ട്രങ്ക് കിട്ടിയിട്ടില്ല, ഞാനിത് മദ്രാസിൻ്റെ ട്രങ്ക് കോളാന്ന് വിചാരിച്ചു. ഓ മൈ ഗോഡ്, ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല, രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. somehow I want to do your film എന്ന് പറഞ്ഞപ്പോൾ ഞാനും പകുതി ഉറക്കത്തിലായിരുന്നു. ഞാൻ 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളാണ്. അപ്പം 5 മണിയായിട്ടുള്ളൂ. ആ ശബ്ദം അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ യു വർക്ക്. പക്ഷെ രസം എന്താ വെച്ചാൽ ആ ട്രങ്ക് ബുക്ക് ചെയ്ത് വരുമ്പോൾ ഞാൻ 9 മണിക്ക് ഓഫീസിൽ പോകും. 9 മണി വരെ വന്നില്ല എനിക്ക്. പിന്നെ 1-2 വർഷം ഞാൻ മദിരാശിയിലൊക്കെ പോകുമ്പോൾ മധു വളരെ ഫോർമലായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്നോട്. ഞാൻ ചോദിച്ചു, മധുവിന് എന്നോട് എന്തോ ഒരു അകൽച്ച. അപ്പം മധുവിൻ്റെ മദറ്, ഞാൻ എപ്പോഴും പറയും, എനിക്ക് മദിരാശിയിൽ പോയാലുള്ള എൻ്റെ മദിരാശിയിലെ അമ്മയാണ് എനിക്ക് ഭക്ഷണം തരുന്നതിലും ഒരു മകനെ പോലെ തന്നെ കണ്ടിരുന്നതാണ്. എനിക്ക് അത്രയും ഹൃദയബന്ധമുള്ള വ്യക്തിയാണ് മധുവിൻ്റെ അമ്മ. പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പാടില്ല. ഞാൻ ഫാമിലി ആയിട്ട് പോയാലും ഹോട്ടലിലാണ് താമസിക്കുകയാണെങ്കിൽ പോലും മധുവിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെയൊക്കെ വളരെ നിർബന്ധമുള്ള ഒരു അമ്മയാണ്. എൻ്റെ മദിരാശിയിലുള്ള എൻ്റെ സ്വന്തം അമ്മയായിരുന്നു. ഞാൻ അമ്മ പറഞ്ഞു എന്നോട്, ഗോപി ഒരു വാക്ക് മധുവിനോട് പറഞ്ഞിട്ട്, മധുവിനായാലും ഒരു കുഴപ്പമില്ലായിരുന്നു, പറഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ്. മധു മനുഷ്യബന്ധങ്ങൾക്ക് ഏറ്റവും അധികം വാല്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ്. വളരെ വളരെ വാല്യൂ ചെയ്യുന്ന വ്യക്തിയാണ്. ആദ്യകാലത്ത് ഈ ചെറിയ ലോ ബഡ്ജറ്റ് ആർട്ട് സിനിമകളിലാണ് മധു വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് മധു വലിയ സിനിമകൾ, ഭരതൻ്റെ ഒക്കെ വലിയ സിനിമകളിൽ, അമരം, വലിയ സിനിമ ഞാൻ ഉദ്ദേശിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് വിത്ത് ബിഗ് സ്റ്റാർസ്, അമരം, വൈശാലി, മണി രത്നത്തിൻ്റെ അഞ്ജലി, ലജ്ജ, രാജ്കുമാർ സന്തോഷിയുടെ ലജ്ജ, ബദരി, തെലുങ്കിലെ ബദരി, തമിഴ് ബിഗ് ബഡ്ജറ്റ് മൂവീസ്. ഈ ഐശ്വര്യ റായ് ഇംഗ്ലീഷ് സിനിമയില, ഹിന്ദി സിനിമയിൽ വർക്ക് ചെയ്ത മധു? ഇല്ല, ഹിന്ദിയിൽ വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്തിട്ടില്ല. ഹിന്ദിയിൽ ആരൊക്കെ, ഏതൊക്കെ ആർട്ടിസ്റ്റ്? അജയ് ദേവഗൻ, രേഖ, മാധുരി ദീക്ഷിത്, മഹിമ ചൗധരി, മനീഷ കൊയ്രാള, എല്ലാ ലേഡീസിന്റെ കാര്യമാണ്. അനിൽ കപൂർ, ഗുൽഷൻ ഗ്രോവർ, ഡാനി ഡെൻസോബ.
മധു വളരെ കമേഴ്ഷ്യൽ എക്സ്ട്രീം ലെവലിൽ, അതായത് സിനിമ എൻ്റർടൈൻമെൻറ്റ്, ഞാൻ മെയിൻ സ്ട്രീം സിനിമകൾ, ജനങ്ങളെ രസിപ്പിക്കാനുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ സമയം ചെയ്തതോടൊപ്പം തന്നെ വളരെ മിനിമം ബഡ്ജറ്റിലുള്ള ആദാമിൻ്റെ മകൻ അബു പോലെയുള്ള, എൻ്റെ ഗ്രീഷ്മം പോലുള്ള കുഞ്ഞുമൂവിൻ്റെ മകരിബ് 10 lakhs ബഡ്ജറ്റ്, ടോട്ടൽ ബഡ്ജറ്റ് 10 lakhs. ഏത് വർഷമായിരുന്നു അത്? 95. എന്താ സിനിമയുടെ പേരെന്താണ് പറഞ്ഞു? കുഞ്ഞുമൂവിൻ്റെ മകരിബ്. ഓ, മകരിബിനും 10 ലക്ഷത്തിൽ ചെയ്ത പടമാണോ? 10 ലക്ഷം ബഡ്ജറ്റ്, ടോട്ടൽ ബഡ്ജറ്റ്. സന്തോഷം ഇപ്പോഴും ചോദിക്കും, മധുവിന്റെ ഏറ്റവും രസകരമായുള്ള സംഭവം എന്താ വെച്ചാല്, എനിക്ക് എൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമിന്റെ സിനിമാറ്റോഗ്രാഫർ ആണ് മധു. സെക്കൻഡ് ഫിലിം അങ്ങനെ സന്തോഷമാണ് വർക്ക് ചെയ്ത്. പിന്നെ ഞാൻ കാണുന്നത് മധു ക്യാമറ ചെയ്യുന്നു, അപ്പുറത്ത് സന്തോഷ് ആക്ട് ചെയ്യുന്നു. മകരമഞ്ഞ് ലെനിൻ രാജേന്ദ്രൻ ഡയറക്ട് ചെയ്തു. അപ്പൊ ഞാൻ ലെനിനോട് ചോദിച്ചു ഒരിക്കൽ, എനിക്ക് തുറന്നു പറയുന്നതിൽ ലെനിന് ഞാൻ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഏതാണ്ട് ലെനിൻ 92-ലാണ് ജോയിൻ ചെയ്യുന്നത്. 2018 വർഷം ഒന്നിച്ച് ഞങ്ങൾ വർക്ക് ചെയ്താണ്. അപ്പൊ ഞാൻ ലെനിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം സന്തോഷ് ശിവൻ നായകനായിട്ട് അഭിനയിക്കുന്നു, മധു അമ്പാട്ട് DOP ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഇങ്ങനെ ചെയ്തത്, നേരെ മറിച്ചും ചെയ്യാമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞത്, സന്തോഷ് ഐ ഫീൽ ഈസ് എ ബെറ്റർ ആക്ടർ ദൻ എ സിനിമാറ്റോഗ്രാഫർ, ബട്ട് മധു ആണ് ക്യാമറയുടെ പുറകിൽ എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പുള്ളി നല്ല ആക്ടറാണ്, ജീവിതത്തിൽ നന്നായി അഭിനയിക്കുന്ന ഒരാളാണ്. സോറി, ഞാൻ മോശമായിട്ട് പറയല്ല. സന്തോഷ് ഹിന്ദി സിനിമയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല. സന്തോഷ് നന്നായിട്ട് പെനട്രേറ്ററാണ്. എന്നെ പെനട്രേറ്റ് ചെയ്ത് കയറിയ പോലെ തന്നെ എവിടെ അടിച്ചു കയറി കാര്യങ്ങൾ തേടുന്നതിൽ നേടിയെടുക്കുന്നതിലും എടുക്കാനാണ്. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുക. സന്തോഷ് ഈസ് ബെറ്റർ ആക്ടർ, ബട്ട് ക്യാമറയ്ക്ക് പിന്നിൽ മധു ഈസ് എ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് എ റെയർ കോമ്പിനേഷൻ ദാറ്റ് രണ്ട്. അപ്പോഴേക്കും സന്തോഷിനും പെരുന്തച്ചലിനൂടെ നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. അങ്ങനെ നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു സിനിമാറ്റോഗ്രാഫർ ക്യാമറ മുന്നിൽ നിൽക്കുക, 3 നാഷണൽ അവാർഡ് വാങ്ങിയ സിനിമാറ്റോഗ്രാഫർ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുക. അങ്ങനെ ഒരു വളരെ റെയർ, എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടന്നു കാണില്ല അത് തോന്നുന്നു. സന്തോഷം എനിക്ക് കുട്ടിക്കാലം തൊട്ടേ അറിയാം. അതെയോ? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന കാലത്ത് സന്തോഷിന്റെ അച്ഛൻ ശിവന്റെ ക്യാമറ ഞാൻ കുറെ കാലം യൂസ് ചെയ്തു. അത് മറ്റേ മിച്ചലാണോ? മിച്ചൽ ഫ്ലെക്സ് മിച്ചൽ ഫ്ലെക്സ് മിച്ചൽ ഫ്ലെക്സ് മിച്ചലിന്റെ ഒരു ചെറിയ രൂപം അല്ലേ? അന്ന് തിരുവനന്തപുരത്ത് അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്പൊ തന്നെ എനിക്ക് സന്തോഷം അറിയാം, കുട്ടിക്കാലം തൊട്ട് സന്തോഷം. എനിക്ക് എൻ്റെ ഒരു സിനിമാ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ദേശീയ അവാർഡ് നേടിയ, അന്തർദേശീയ പ്രശസ്തി നേടിയ 3 ഛായാഗ്രാഹകന്മാർ, മധു അമ്പാട്ട്, ഷാജിയൻ കരുൺ, സന്തോഷ് ശിവൻ, ഒരു 3 പേരുടെ കൂടി വർക്ക് ചെയ്യാൻ. ഷാജിയൻ്റെ ഫീച്ചർ ഫിലിമിൽ വർക്ക് ചെയ്തില്ല, എൻ്റെ ആദ്യത്തെ ഡോക്യുമെൻ്ററി ചെയ്ത ഷാജിയൻ കരുണാണ്. ഈ 3 പ്രശസ്ത ഛായാഗ്രാഹകന്മാരെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ തുറന്നു പറയുന്നതില്ലല്ലോ, ഈ 3 പേരിൽ ഫാസ്റ്റസ്റ്റ് ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിങ്ങിലൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തി സന്തോഷാണ്. വളരെ ഫാസ്റ്റാണ്. മധു, ഷാജിയും സന്തോഷിന്റെ പുറകിലേ വരുള്ളൂ അക്കാര്യത്തിൽ. പക്ഷേ ലൈറ്റിംഗ് എന്ന് പറയുന്ന കല, അതൊരു കലയായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു സിനിമയുടെ തിരക്കഥ വായിച്ചിട്ട് ആ തിരക്കഥയിലൂടെ സിനിമയുടെ മൂഡ് എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ലൈറ്റിംഗ് ചെയ്യുന്ന, ഞാൻ വർക്ക് ചെയ്ത ഛായാഗ്രാഹകരിൽ മറ്റുള്ള, എനിക്ക്
കേരളത്തിലുണ്ടായ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യം അധികം പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ കണ്ട സിനിമകളിലും വെച്ചിട്ട് മധു അമ്പാട്ടാണ്. മധു ഗെറ്റ്സ് ഇൻ ടു ദ സോൾ ഓഫ് ദ ഫിലിം. അത് ഏത് ഭാഷയിൽ എടുക്കുന്ന സിനിമയാണെങ്കിലും സാധാരണഗതിയിൽ സംവിധായകനാണ് കംപ്ലീറ്റ് ഒരു സിനിമ കംപ്ലീറ്റ് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയെങ്കിൽ അതേപോലെ ചിലപ്പോൾ സംവിധായകനെക്കാട്ടിലും പുതുമുഖ സംവിധായകർക്കും സംവിധായകമാർക്കും പെറ്റ് ഛായാഗ്രഹകരാണ് മധു അമ്പാട്ട്. കാരണം അവർ കുറച്ച് ഉദാസീനത കാണിച്ചാലും അവരെ പെസ്റ്റർ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ വളരെ ഇന്നവേറ്റീവായിട്ട് ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിലേക്ക് പോകുമ്പോൾ ഛായാഗ്രഹണ കലയിൽ പുതിയ മാനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ് മധു അമ്പാട്ട്. കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ പിന്നെ ചില അവാർഡ് കമ്മിറ്റികളിലൊക്കെ ജൂറിയായിരുന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, സഹജൂറിമാരിൽ പലർക്കും തന്നെ സൂര്യോദയം സൂര്യാസ്തമയം കണ്ടിട്ട് മികച്ച ഛായാഗ്രാഹകൻ എന്ന് പറയുന്ന പല ക്രിട്ടിക്കുകളുടെ അതേ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണ് പല ജൂറിമാർ. അവർക്ക് എന്താണ് ഛായാഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയാണെങ്കിലും സൂര്യോദയമാണെങ്കിലും ക്യാമറ ഓൺ ചെയ്തിട്ട് വേണിച്ച് ഇപ്പോൾ ആണെങ്കിൽ കുട്ടികൾ വരെ എടുക്കും മൊബൈൽ ക്യാമറയിൽ. അന്ന് നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അപ്പുറത്ത് വേണിച്ച ക്യാമറമാന് ചായ കുടിക്കാൻ പോവാം. സൂര്യോദയം സൂര്യാസ്തമയം ലാബിൽ പോയിട്ട് ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് കളറിങ് കൊടുത്തിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ അതാണ് മികച്ച ഛായാഗ്രഹണം എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ക്രിട്ടിക്കുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സംവിധായകരും ഉണ്ടായിരുന്നു, ഒരുപാട് പ്രേക്ഷകരും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഛായാഗ്രാഹകന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ഇന്നിപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി വന്നപ്പോൾ പലരും അവൈലബിൾ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. വളരെ മിനിമം ലൈറ്റ് വന്നു. പക്ഷേ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ മിനിമം ലൈറ്റിൽ ഫാസ്റ്റ് സ്പീഡ് കൂടുതലുള്ള സിനിമകളിൽ ചിലപ്പോൾ 800 ഒക്കെ ഇതൊക്കെ വന്ന ഇപ്പോൾ ഇല്ലേ, കൊഡാക്കിൻ്റെ ഒക്കെ 800 AS അതിലൊക്കെ നമുക്ക് ഔട്ട്ഡോറൊക്കെ പോയി എടുക്കാം. പക്ഷെ ഇന്നത്തെ ഡിജിറ്റൽ ടെക്നോളജിയിൽ അങ്ങനെയല്ല, നമുക്ക് അവൈലബിൾ ലൈറ്റിൽ പോയി എടുക്കാം. പക്ഷേ സിനിമയിൽ കൂടുതൽ ലൈറ്റിംഗ് വേണ്ടി വന്ന ആ കാലഘട്ടത്തിലും ഇന്നാണെങ്കിലും പലപ്പോഴും അവൈലബിൾ ലൈറ്റ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് പല തരത്തിൽ അത് ഛായാഗ്രാഹകന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സിനിമയുടെ തിരക്കഥയുടെ മൂഡ്, കണ്ടന്റ്, ആത്മാവിൻ്റെ മൂഡ് കണ്ടെത്തിയിട്ട് ഛായാഗ്രഹണ കല നോക്കിക്കാണുന്ന വ്യക്തിയാണ് മധു അമ്പാട്ട്. അതെന്താണ് മധുവിന്? അതുകൊണ്ട് തന്നെ പുതിയ സംവിധായകർ ഏത് ഭാഷയിലാണെങ്കിലും ഞാൻ ആ കാര്യം പറയട്ടെ, മധു എന്നോട് പറഞ്ഞ തന്നെ കാര്യം പറയട്ടെ. സുസ്മിത സെൻ ലോക വേൾഡ് ബ്യൂട്ടി കോമ്പറ്റീഷനിൽ ഐശ്വര്യ റായ് ഫസ്റ്റും സെക്കൻഡ് സുസ്മിത സെന്ന് അഭിനയിച്ച ഒരു അതോ പ്രൊഡ്യൂസ് ചെയ്ത പടം ഹിന്ദിയില് ആലോചിച്ചിരുന്നു, നടന്നില്ല. സുസ്മിത സെന്ന് മധുവിന്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട്, ഫോൺ നമ്പർ കണ്ടുപിടിച്ച് മധുവിനെ വിളിച്ചു. മധുവിന്റെ ബയോഡാറ്റയൊക്കെ നോക്കി, മധുവിന്റെ ഏതൊക്കെ ഫിലിമിന്റെ എക്സെപ്റ്റ്സ് ഒക്കെ നോക്കിയിട്ട്, ഐ വാണ്ട് യു ടു വർക്ക് വിത്ത് മീ. ഷീ വാസ് പ്ലാനിങ് ടു ഡയറക്ട് ദാറ്റ് മൂവി അല്ലേ? ജാൻസി റാണി അത് മധു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ആദ്യമായിട്ട് ഈ രംഗത്ത് വരുന്ന, അതിപ്പോ എനിക്ക് അടക്കം ആരായാലും തന്നെ തുടക്കത്തിൽ ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരെല്ലാവരും നമ്മളെ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. നമ്മൾ വർക്ക് ചെയ്യുന്നതോടാണ് നമുക്ക് കൂടുതൽ ഇപ്പോഴും സംഗീതം പോലെ തന്നെയാണ് സിനിമ എന്ന് വിചാരിക്കുന്നതാണ് ഞാനും മധുവൊക്കെ. ഞങ്ങളൊന്നും അതിൻ്റെ പരമോന്നത പീഠത്തിൽ എത്തിയിട്ടില്ല. മധു ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇതിൽ എന്ത് തൻ്റെതായ കോൺട്രിബ്യൂഷൻ എന്ന് നടത്താൻ പറ്റും. ഈ സംഗീതത്തിന് ദാസേട്ട് എപ്പോഴും പറയാറുണ്ട്, എൻ്റെതായ ചില രാഗങ്ങൾ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് വേണം ഈ ലോകത്തിന് പോകുന്നതിന് മുമ്പ്. അതേപോലെ തന്നെ തൻ്റെതായ ചില കോൺട്രിബ്യൂഷൻസ് ഛായാഗ്രഹണ കലയിൽ സമ്മാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത സന്തോഷൊക്കെ നേരത്തെ വർക്ക് കഴിയുന്നതും ശമ്പളം വാങ്ങുക പോവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഞാൻ മോശമായിട്ടല്ല പറയുന്നത്. ഈസ് എ വെരി ഗുഡ് ക്യാമറാമാൻ. ഇപ്പോൾ അടുത്ത കാലത്ത് അന്തർദേശീയ തലത്തിൽ ഖ്യാതി കിട്ടിയ ആളാണ്. പക്ഷെ മധുവിൻ്റെ ഈ ഇന്നവേറ്റീവ് ഔട്ട്ലുക്ക്, എനിക്കത് തുറന്ന് പറയുന്നതിൻ്റെ യാതൊരു, ഇപ്പോൾ സ്തംഭിന് അവാർഡ് കിട്ടിയപ്പോൾ
പലരും അരവിന്ദേട്ടന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിന് ഛായാഗ്രഹണത്തിന് എനിക്കൊന്നും ഷാജിയുടെ ആദ്യത്തെ ദേശീയ അന്ന് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ഒരു റിവ്യൂ കണ്ടപ്പോൾ തമ്പിൽ കുറെ കാൻഡിഡ് ഷോട്ട് ഉണ്ട്. ഒരു സർക്കസ് കൂടാരത്തിൽ സർക്കസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകര് അവരറിയാതെ എടുക്കുന്നതാണ് നമ്മൾ കാൻഡിഡ് ഷോട്ട് എന്ന് പറയുക. പ്രേക്ഷകർ സർക്കസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരറിയുന്നില്ല, അപ്പൊ ക്യാമറ വളരെ ദൂരെ ആയിരിക്കും, നമ്മൾ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് അവരുടെ ക്ലോസ് എടുക്കാൻ പറ്റും. അങ്ങനെ കുറെ റിയാക്ഷൻ ഷോട്ട് എടുത്ത് വെച്ചത് അത് വളരെ ഒരു ഛായാഗ്രഹണ കലയുടെ വലിയൊരു ഉദാത്തമായ സംഭവം പറഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇതിൽ കണ്ടു. ഷാജിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഷാജിക്ക് നാഷണൽ അവാർഡ് അത് കണ്ടിട്ടല്ല അമ്മന് കൊടുത്തത്. പക്ഷെ പലരും ഈ ഛായാഗ്രാഹകന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാകാതെ എഴുതുന്ന ക്രിട്ടിക്സ് ഉണ്ട്. ഛായാഗ്രാഹകർ അവരൊന്നും തിരുത്താൻ പോകാറില്ല. കാരണം ഈ പാട്ട് ഞാൻ കുറച്ച് അമിതമായിട്ട് പറയുകയാണ്, അപ്പൊ അതൊരു വല്ലതും പറയാനേ ഒരു ഇത് പറയാം. ഞാൻ എപ്പോഴും സിനിമ പറയുമ്പോഴും എന്ത് പറയുമ്പോഴും മ്യൂസിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആർട്ട് ഫോം ഞാനിപ്പോഴും കരുതുന്നത്. ചെറുപ്പകാലം മുതലേ എൻ്റെ ഏറ്റവും വലിയ ആരാധനാപാത്രം ദാസേട്ടന്, യേശുദാസാണ്. ദാസേട്ടനെ കുറിച്ച് ഞാൻ 2 ഡോക്യുമെന്ററികൾ എടുത്തിട്ടുണ്ട്. 79 ദ മാൻ ബിഹൈൻഡ് ദി വോയിസ്, പിന്നീട് 2010 സദ്ഗുരു എന്നുണ്ട് കേരള ഗവൺമെന്റിന് വേണ്ടി. എനിക്ക് 17-18 വയസ്സായിരിക്കുന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അതുകൊണ്ട് ഒരു 50 വർഷക്കാലത്തെ പരിചയമുണ്ട്. ദാസേട്ടൻ പലരോടും പറഞ്ഞു കാണും, പക്ഷെ ചില കാര്യങ്ങൾ എന്നോട് മാത്രം പറയാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ദാസേട്ടനെ കുറിച്ച് ഇപ്പോഴല്ല, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരാതി, ഇത് ദാസേട്ടൻ എന്നോട് പറഞ്ഞ പരാതി എന്താ വെച്ചാൽ, ദാസേട്ടൻ പാടിയ പാട്ടുകൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ തെറ്റിപ്പാടും, സംഗതികളൊക്കെ തെറ്റിപ്പോകുന്നു. അപ്പൊ ഗാനമേള കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ദാസേട്ടന്റെ ഫാൻസ് ആയിട്ടുള്ള ചെറിയ പിള്ളേര്, 15-20 വയസ്സുള്ള ചെറുപ്പക്കാരായ പിള്ളേര്, ചിലർ ഓട്ടോഗ്രാഫ് വാങ്ങാൻ, കൂടെ ഫോട്ടോ എടുക്കാൻ ഒക്കെ വേണ്ടിയിട്ടൊക്കെ ചിലർ വന്ന് സ്റ്റേജിന്റെ പുറകിൽ ഇറങ്ങി വരുന്ന അവിടെ നിൽക്കും. അങ്ങനെ വന്ന് നിൽക്കുന്ന ചിലർ വന്നിട്ട് വളരെ രഹസ്യമായിട്ട് ദാസേട്ടനോട് പറയൂ, അത്ര 16-17 വയസ്സുണ്ടാവും, ദാസേട്ട അവിടെ ഇവിടെയൊക്കെ തെറ്റുന്നുണ്ട്, സൂക്ഷിക്കണം. ഇത് എന്നോട് ദാസേട്ടൻ പറഞ്ഞ. അപ്പൊ ദാസേട്ടൻ പറയുക, ഞാൻ പാടിയ പാട്ട് ഞാനത് സ്റ്റേജിൽ പാടിയപ്പോൾ മുല കുടിക്കുന്ന പ്രായം മുതൽ എൻ്റെ പാട്ട് കേട്ട് വളർന്നു വന്ന അത്ര സംഗീതത്തെ കുറിച്ചുള്ള ജ്ഞാനം പരിമിതമാണ്, സംഗീതം പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു കുട്ടി 50-60 വർഷക്കാരായിട്ട് ഇത് മാത്രം രാവും പോലെ സംഗീതം മാത്രം ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് പറയുക. അപ്പൊ പുള്ളി പറയാ, ഞാനൊരു പാട്ട് പറ്റിയോ മിഷനൊന്നും അല്ല. ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിൽ മനോധർമ്മ അനുസരിച്ചിട്ട് ഒരു സ്ഥലത്ത് പാടുന്നതിന് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് പാടാം. ഈ സിനിമ പാടിയത് ചർവണം പാടുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ചില സംഗതികളും വേണം പറഞ്ഞ് മാറ്റി പാടുകയാണ്. പക്ഷെ അത് ഈ സംഗീതം പഠിച്ചിട്ടില്ലാത്ത കേൾവിക്കാരായിട്ടുള്ള ആസ്വാദകരായിട്ടുള്ള അപൂർവം ചിലത് എന്നോട് ഒന്ന് പറയാറുണ്ട്, ദാസേട്ടന് അവിടെ ഇവിടെയൊക്കെ തെറ്റുന്നുണ്ട്. ഞാൻ പാടിയ പാട്ട് എൻ്റെ ഓർമ്മ പെശകൊണ്ട് ഞാൻ തെറ്റിപ്പാടുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണത്ര മനസ്സിലായത്, ഇത് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് കേരളത്തിൽ. പിന്നെ ഞാനൊരു തീരുമാനിച്ചു, ഞാനൊരു പാട്ട് പെട്ടിയായിട്ടാണ്. ഞാൻ എങ്ങനെയാണ് സിനിമയെ പാടിയിരിക്കുന്നത് അതേപോലെ തന്നെ പാടും, ഇല്ലെങ്കിൽ എനിക്ക് സംഗീതം മറന്നുപോയി എന്നൊരു കാര്യവും. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താ വെച്ചാല്, നിയമത്തെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച്, സിനിമയെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഗാലറിയിലിരുന്ന് ഇതിൻ്റെ റിസീവിങ് എൻഡിലിരിക്കുന്നവരെല്ലാം ജഡ്ജസാണ്, ജൂറീസാണ്. അവരെല്ലാം ഒപ്പീനിയൻ പറയും. പക്ഷെ നമുക്ക് അവരെ പോയി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വളരെ മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാര് ചിരിച്ചിട്ട് പറയും, ശരി മോനെ, ഞാൻ ഇനി ശ്രമിക്കാം, തെറ്റാതെ പാടാൻ ശ്രമിക്കാം. അപ്പൊ മധുവിന്റെ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇത് ഞാൻ തന്നെ 1-2 സിനിമകളിലെ ജൂറി ഇന്ത്യൻ പനോരമയിൽ ഇരിക്കുന്ന സമയത്ത് മധുവിന്റെ സിനിമകൾ വന്നപ്പോൾ, ഒരിക്കൽ മദ്രാസിലാണെന്ന് എൻ്റെ ഓർമ്മ, ചെന്നൈയിലാണ് സൗത്ത് ഇന്ത്യൻ ഫിലിംസിന്റെ സെലക്ഷൻ നമ്മൾ ചെയ്യിക്കുമ്പോൾ, അവിടെ അപ്പോഴേക്കും മധു വളരെ അറിയപ്പെടുന്ന, മധു തമിഴ് സിനിമയിലൊക്കെ അറിയപ്പെടുന്ന ഛായാഗ്രാഹകനാണ്. അപ്പോ അവിടെ ഇരുന്ന തമിഴ് മെമ്പേഴ്സ് ഞാൻ പറഞ്ഞു, ഇത് മധു, അയ്യോ സാർ അവര് പെരിയ ആള്, അവര് വന്ന് സൂപ്പർ സാർ, അവര് പാരുങ്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ വെളിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, ആ പറഞ്ഞ ആള് ഡയറക്ടർ അല്ല, ഒരാൾ ഒരു പ്രൊഡ്യൂസർ, ഒരാൾ റൈറ്റർ, സ്ക്രിപ്റ്റ് റൈറ്ററാണ് തമിഴില്, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാവരും சொல்றாங்க സാർ, അതിനാണ് നാങ്ങൾ சொல்றது.
ഇതാണ് പ്രശ്നം, എല്ലാവരും ചൊല്ലിന്. പക്ഷെ ഇനി മധുവിനെ ഞാൻ കുറച്ച് സംസാരിക്കാൻ അനുവദിക്കാം. മധു പറയൂ, മധു എന്താണ് മധു ഇങ്ങനെ ഈ മധു ഇപ്പോൾ വളരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കാലന്മാരൊന്നും അല്ല, ഇപ്പോൾ വളരെ സ്പീഡിൽ പറഞ്ഞ 25 ദിവസം പറഞ്ഞാൽ 25 ദിവസത്തിൽ പടം തീർത്തു, 15 ദിവസമേ ഉള്ളൂ പറഞ്ഞാൽ 15 ദിവസത്തിൽ പടം തീർത്തു. അമരം 18 ദിവസം. അമരം 18 ദിവസം കൊണ്ട് തീർത്ത പടം. മധുവിനെ കുറിച്ച് തുടക്കകാലത്തുണ്ടായിരുന്ന ആക്ഷേപം ഫിലിം ഇൻഡസ്ട്രിയിൽ മധു വളരെ ടൈം എടുക്കും. അത് എല്ലാ ഛായാഗ്രാഹകരും, എനിക്ക് തോന്നുന്നു സന്തോഷ് അതിൽ വ്യത്യസ്തനായിരുന്നു. സന്തോഷിന്റെ അതെന്താ അറിയോ, അത് ഞാൻ പറയാറുണ്ട്. പണ്ട് കാലത്ത് ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ പറയുന്നത് എഴുതിയെടുക്കും, സ്പീഡിൽ എഴുതിയെടുക്കും. ഞാൻ പറയുന്ന സ്പീഡിൽ എഴുതിയെടുക്കും. ഞാൻ ഇത് ചോദിക്കും, ഞാൻ പറയാറുണ്ട്, നിങ്ങളിപ്പോൾ സ്പീഡ് എഴുതുന്നുണ്ട്, ആദ്യത്തെ ലവ് ലെറ്റർ എഴുതുമെങ്കിൽ ഈ സ്പീഡിൽ എഴുതൂ. ഇറ്റ് ഈസ് എ ലവ്, ഇറ്റ്സ് എ കെയർ യു ടേക്ക്. സ്ലോനെസ് വരുന്നത് കെയറിലാണ്, ഡീറ്റെയിൽസിലാണ്. ഡീറ്റെയിൽസ് വേണ്ടെങ്കിൽ ഐ ക്യാൻ ഓൾസോ ബി. ഇല്ല, അത് സ്വാഭാവികമാണല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോ ഡയറക്ടർമാർക്കും ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോ തുടക്കകാലത്ത് വി ടേക്ക് എ ലോങ് ടൈം. ഡീറ്റെയിൽസ് വേണമെങ്കിൽ കുറെ കഴിയുമ്പോ എക്സ്പീരിയൻസ് വരുമ്പോ യു ആർ മോർ ഫാസ്റ്റർ ആവുന്നു. അത് മാത്രമല്ല, സ്പീഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് കെയർ യു ആർ പുട്ടിങ് ഇൻടു ഇറ്റ്, ഹൗ മച്ച് ലവ് യു ആർ പുട്ടിങ് ഇൻടു ഇറ്റ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിട്ടെ, 18 ദിവസം കൊണ്ട് അമരം തീർത്തു. അതെനിക്കൊരു അറിവാണ്. അമരം പോലുള്ള വളരെ ബൃഹത്തായ ഒരു സിനിമ, മമ്മൂട്ടി പോലുള്ള, മുരളി, അവരൊക്കെ വളരെ നന്നായിട്ട്, മമ്മൂട്ടിക്ക് അതിന് അവാർഡുകളൊക്കെ കിട്ടിയില്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, മുരളിക്ക് കിട്ടി. മമ്മൂക്ക പറയാറുണ്ട്, ഇയാള് സ്ലോ, എനിക്ക് സമയം തരുന്നില്ല. അതെന്താ ഭരതൻ ആദ്യമേ സ്ക്രൂ ചെയ്ത് വെച്ചിരുന്നോ? ഭരതൻ നേരത്തെ പറഞ്ഞോ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് തീർക്കണം? ഇല്ല, സംഭവിച്ചു പോയത് എങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. സെയിം ലൊക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം. സെയിം ലൊക്കേഷൻ എനിക്കൊന്നും കൂടുതൽ ഔട്ട്ഡോറും ആയിരുന്നു. അതെ, അതൊരു റീസൺ. നൈറ്റും ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു. പക്ഷെ ഔട്ട്ഡോർ സീൻസ് കൂടുതൽ ഉണ്ടായിരുന്നു. ഹട്ട്സ് ആയിരുന്നല്ലോ അതില്, സെറ്റായിരുന്നു കുതിരകളൊക്കെ. വാട്ട് അബൌട്ട് വൈശാൽ? എനിക്ക് ഈ വൈശാലിയുടെ ഒരു രസം എന്ന് പറയുന്നത്, വൈശാലി ഒരു വേറൊരു എന്താ പറയാ, ഞാൻ ഗ്രീഷ്മം ചെയ്തപ്പോൾ ചില ഈ കളറും സൈക്കോളജിയും മനഃശാസ്ത്രവും ഭാവങ്ങളും തമ്മിലൊരു മിക്സിങ് എന്താ ചില അത് മധു അതിലേക്ക് ചെറുതായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബ്ലൂ ആൻഡ് റെഡ് മിക്സ് ചെയ്യുമ്പോൾ പിങ്ക് വരും. മറ്റേ ആ സീനില്ല, ആ പാട്ട് രംഗം, മറ്റേ ആ ഇയാളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മള് വൈശാലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ ആരൊക്കെ ഓടി വരും. ഔട്ട്ഡോർ ആണ്, അതിൽ ഛായാഗ്രഹന് വളരെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ മധു അതിൽ ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് കളർ പാറ്റേൺ ആണ്. ഞാൻ കറക്റ്റ് ആണോ? സിനിമ ഔട്ട്ഡോറിലുള്ള രംഗങ്ങളിൽ പോലും ഇത് പണ്ട് നടക്കുന്ന ഒരു സിനിമയാണ്, വളരെ മുമ്പ് നടക്കുന്ന നൂറ്റാണ്ടുകൾക്ക്. അതില് വസ്ത്രങ്ങള് ഈ പറയൂ, നിറം, വസ്ത്രങ്ങളുടെ നിറം ബ്ലൂവും ഗ്രീനും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അപ്പോ ആദ്യത്തെ പോർഷൻ കാണുമ്പോൾ ഓഡിയൻസ് ബ്ലൂവും ഗ്രീനും മിസ് ചെയ്യാണ് സൈക്കോളജിക്കലി. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഇവര് ബോട്ടിൽ പോകുമ്പോൾ ലോങ് ഷോട്ടില് ഗ്രീൻ കാണുമ്പോൾ ക്ലാപ്പ് ചെയ്യായിരുന്നു ഓഡിയൻസ്. മിസ് ചെയ്യായിരുന്നു. അതെ, ഗ്രീനും ബ്ലൂ, സൈക്കോളജിക്കലി ഗ്രീനും ബ്ലൂവും മിസ് ചെയ്യായിരുന്നു അവര്. ബോട്ടിൽ ലോങ് ഷോട്ടില് ബ്ലൂ വെള്ളവും പച്ച
ഹാർഡും ബാക്ക്ഗ്രൗണ്ടും കാണുമ്പോൾ ക്ലാപ്പ് ചെയ്യുന്നു അവിടെയുണ്ട്. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് മൂവി. കാരണം അതൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമ ഭരതൻ തന്നെ ആ സിനിമയുടെ, ഞാൻ അതിൽ കടക്കുന്നില്ല, അതിൻ്റെ വലിയൊരു സെലിബ്രേറ്റ് ചെയ്തിട്ട് ആലുവ വെച്ചിട്ട് ഭരതന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. ഞാൻ അതിൽ കിടക്കുന്നില്ല. ഭരതൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സിനിമയുടെ. സിനിമ പ്രേക്ഷകര് വളരെ എന്താ പറയുക, അതൊരു വൻ വിജയമായിരുന്നു അല്ലേ? ഭരതൻ തന്നെ അതിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് അമിതമായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്തിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞെന്ന് എനിക്കറിയില്ല. ആലുവ വെച്ച് പുള്ളിയെ തിയേറ്ററുകളിൽ പോയപ്പോൾ ഓഡിയൻസിന്റെ റെസ്പോൺസും ക്രിട്ടിക്സിന്റെ റെസ്പോൺസും ആഭാരവൃദ്ധം ജനങ്ങൾക്ക്, കുട്ടികൾ മുതൽ മുതിർന്നവരെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അക്സെപ്റ്റ് ചെയ്തൊരു സിനിമയാണ്. അമലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത സിനിമയാണെങ്കിൽ തന്നെ വൈശാലിയുടെ എംടിയുടെ തിരക്കഥ, മനോഹരമായ തിരക്കഥ. പിന്നെ ഭരതനും മധുവും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഭരതൻ ഈസ് ബേസിക്കലി എ പെയിന്റർ. മധു ക്യാമറ കൊണ്ട് പെയിന്റ് ചെയ്ത ഒരാളുമാണ്, മൂപ്പര് ബ്രഷ് കൊണ്ട് പെയിന്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ രണ്ടും കൂടിയിട്ട് ഭയങ്കര പെയിന്റ് ചെയ്തോ ഭയങ്കരമായിട്ട് പല ഫ്രെയിംസ് ഉണ്ട്. അമരത്തിലും ഉണ്ട്. നിങ്ങളുടെ ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു സ്പെക്ടാക്കുലർ മാജിക്, ഒരു മൂവി മാജിക് എനിക്ക് തോന്നുകയാണ്. ആസ് എ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ ഈ രണ്ടുപേരും ഒരു ചിത്രകാരനായ സംവിധായകനും ക്യാമറയെ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു ഛായാഗ്രാഹനും, ഇവർ തമ്മിലുള്ള ഈ സമന്വയം ഉണ്ടല്ലോ, അതൊരു മൂവി മാജിക് ഉണ്ടാക്കിയിരിക്കുക. ഈ രണ്ട് സിനിമകൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ നമ്മൾ ഈ ആർട്ട് സിനിമ, കമേഴ്ഷ്യൽ സിനിമ, മെയിൻസ്ട്രീം, ഇത് രണ്ടും മെയിൻസ്ട്രീം സിനിമകളാണ്. ജനം അക്സെപ്റ്റ് ചെയ്ത സിനിമയാണ്, പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്ത സിനിമയാണ്. അതോടൊപ്പം തന്നെ ക്ലാസിക് ടച്ചുള്ള സിനിമകളാണ്. ഒരിക്കലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് ഈ സിനിമകളെ മാറ്റി നിർത്തിയിട്ട് ഒരു ചരിത്രം എഴുതാൻ പറ്റില്ല, ഇല്ലേ? അതുപോലെ മറ്റു ഭാഷകളിൽ ഭരതൻ മരിച്ചതിന് ശേഷം 12 കൊല്ലം മലയാളം ചെയ്തില്ല സിനിമ. അത് മരിച്ചതിന് ശേഷം ചെയ്യാൻ തോന്നിയില്ല എനിക്ക്. ഭരതനായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, മണിരത്നത്തിന്റെ കൂടെ അഞ്ജലിക്ക് ശേഷം സിനിമ ചെയ്തത് ഇല്ല? അതെന്തുകൊണ്ടാണ്? രോജയ്ക്ക് വിളിച്ചു തന്നെ. രോജ സമയത്ത് ഞാൻ തെലുങ്ക് ഫിലിം കമ്മിറ്റി ചെയ്തിരുന്നു. രോജ സന്തോഷ ദളപതിക്ക് വിളിച്ചു. ദളപതിക്ക് വിളിച്ചപ്പോൾ ഞാനൊരു തെലുങ്ക് ചെയ്യായിരുന്നു. സന്തോഷിനെ റെക്കമെൻഡ് ചെയ്യും ഞാനാണ്, മണിയോട്. ദളപതി അനി എന്നോട് ചോദിച്ചു, മധു ചെയ്യില്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ ചോദിച്ചു. അപ്പൊ സന്തോഷിനും അതൊരു മാജിക്കാ. കാരണം മേമാസപുരിയുടെ സന്തോഷം കൊണ്ടുവരും. അപ്പൊ പലപ്പോഴും മധുവിനെ വെച്ചിരുന്ന സംഭവമാണ് പലപ്പോഴും സന്തോഷം ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്ത സന്തോഷിനെ. അത് തന്നെ ഞാൻ പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒന്ന് എത്തി. എസ് കുമാറിനെ റെക്കമെൻഡ് ചെയ്തു, സന്തോഷിനെ റെക്കമെൻഡ് ചെയ്തു, രണ്ടുപേരെയും റെക്കമെൻഡ് ചെയ്തു. പക്ഷെ സന്തോഷം മണിയെ മീറ്റ് ചെയ്തു. മധുവിന്റെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, മധു ഒരുപാട് ജൂനിയേഴ്സിന് പിന്നീട് അവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയി. മധുവിന്റെ സഹായികളായിട്ട് ആദ്യം ഛായാഗ്രഹണ സഹായിയായിട്ട്, അസിസ്റ്റന്റ് ക്യാമറാമാനായിട്ട്, പിന്നെ അവർ അസോസിയേറ്റ് ക്യാമറമാവും, പിന്നെ ഓപ്പറേറ്റിംഗ് ക്യാമറാമാനാവും. എൻ്റെ ആദ്യ സിനിമ ഗ്രീഷ്മത്തില് അസോസിയേറ്റ് കം ഓപ്പറേറ്റിംഗ് ക്യാമറ വിപിൻ മോഹനായിരുന്നു. പിന്നെ വിപിൻ മോഹൻ കുറെ കഴിഞ്ഞപ്പോൾ ഇൻഡിപെൻഡന്റ് ക്യാമറാമാനായി, പിന്നെ ഡയറക്ടറായി. അവര് പല ഭാഷകളിലും മധു ആദ്യമായിട്ട് ചാൻസ് കൊടുത്ത, അതിന്റെ പേര് പറയാനാ ഞാൻ പറഞ്ഞത്, അവരെല്ലാം അവരവരുടെ ഭാഷകളിൽ പിന്നീട് അറിയപ്പെടുന്നു. അല്ല, വിപിനും ഞാനുള്ള ഫ്രണ്ട്ഷിപ്പ് 5 വയസ്സിൽ തുടങ്ങിയതാണ്. 5 വയസ്സിൽ 70 കൊല്ലം ഇപ്പോൾ
സിനിമയിലെ രണ്ട് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. എക്സ്റ്റേണൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, ഇന്റേണൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ക്യാരക്ടേഴ്സിന് ഇന്റേണൽ ലാൻഡ്സ്കേപ്പ്. ഇന്റേണൽ ലാൻഡ്സ്കേപ്പ് പറഞ്ഞാൽ ഒരാൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് തമാശ പറഞ്ഞിട്ട് ചിരിക്കുകയായിരിക്കും. But internally he must be weeping. He must be weeping. How do you convey that? സിനിമയ്ക്ക് മാത്രം പറ്റുന്നത്. You can convey that. Maybe it's a shadow. Internal landscape is more important for me than the external landscape. How the character is feeling inside. അപ്പൊ ഈ ഇന്നോവേഷൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓ ഡെഫിനറ്റ്ലി. അതില്ലാതെ എനിക്ക് പറ്റില്ല, ആലോചിക്കാൻ പറ്റില്ല. സംഗതികള് ദാസേട്ട സംഗതികൾ മാറ്റുന്ന പോലെ മാറ്റിക്കൊണ്ടിരിക്കുന്നില്ല, ആലോചിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഒരു പടത്തിന് സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് ആ പടം കഴിയുമ്പോഴേക്കും യു ഗെറ്റ് ബോർഡ് വിത്ത് ദാറ്റ്. അടുത്ത പടത്തിനകത്ത് പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പുതുതായിട്ട് ആലോചിക്കണം. 260 സിനിമകൾ, 9 ഭാഷകൾ, ഇന്ത്യയിലെ 8 ഭാഷകൾ, ഇന്ത്യക്ക് പുറമെ ഇംഗ്ലീഷിൽ 4 സിനിമകൾ, 4 5 ഉണ്ടാവും. 5 നമ്പർ ഓർമ്മയില്ല. അത് നോക്കണം. 260 സിനിമകൾ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. എണ്ണം വെച്ചിട്ടില്ലേ? 250. 3 ദേശീയ അവാർഡ്, 3 സ്റ്റേറ്റ് അവാർഡ്. അതിന് പുറമെ തെലുങ്കില് തമിഴിലൊക്കെ കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ്. പിന്നെ വ്യക്തി ഐ മീൻ മറ്റു സ്വകാര്യ അവാർഡുകൾ എത്രയോ. റോച്ചസ്റ്റർ അവാർഡ്, ന്യൂയോർക്ക് ബേസ്ഡ് റോച്ചസ്റ്റർ അവാർഡ്. ഇത്രയും പ്രശസ്തനായ ഒരു ഛായാഗ്രാഹകന് ഇതുവരെ ഒരു പത്മശ്രീ കൊടുക്കാൻ നമ്മുടെ അതാരും വേണം പറഞ്ഞിട്ടല്ല, കിട്ടിയിട്ടില്ല. പല രംഗങ്ങളിലും ഇതുപോലെ മധുവിൻ്റെ തന്നെ വളരെ ജൂനിയറായിട്ടുള്ള, ഞാൻ പേര് പറയുന്നുണ്ട്, ഈ ഛായാഗ്രഹണ രംഗത്ത് ഷാജിയൻ കരനും സന്തോഷിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ മുമ്പ് കിട്ടേണ്ട വ്യക്തിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. നെടുമുടി വേണു മേമാസപ്പള്ളിയിൽ അഭിനയിക്കുന്ന സമയത്ത് അന്ന് ഒരു ന്യൂസ് വന്നു. അരവിന്ദേട്ടൻ്റെ ഒരു പടത്തില് നെടുമുടിക്ക് ഒരു നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ട് എന്നുള്ളൊരു വാർത്ത ആരോ വിളിച്ചു പറഞ്ഞു. അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ വേണുവിന് അവാർഡില്ല. അപ്പോൾ വേണു വളരെ നാച്ചുറലി ആദ്യം കേൾക്കുന്നു അവാർഡ് ഉണ്ട്, സഹനടൻ്റെ അവാർഡെന്ന് എൻ്റെ ഓർമ്മ. പിന്നീട് ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ അവാർഡില്ല. അപ്പൊ ഇത്തിരി നമുക്ക് മറ്റേത് നമ്മൾ ചിന്തിക്കില്ല, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂർ വേണ്ടി ഇല്ല എന്ന് പറയുമ്പോൾ ഭക്ഷണം കൊണ്ട് വരുന്നു പറഞ്ഞിട്ട് പിന്നെ 2 മണിക്കൂർ ഭക്ഷണം ഇല്ല പറയണ ഇത്തിരി വേണു ഡെസ്പറേറ്റ് ആയി. അപ്പൊ ഞാൻ വേണുവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വേണുവിന് കിട്ടേണ്ട വേണുന്ന സമയത്തിന് വരും. പിന്നെ ഈ വേണുവിന് ഈ അവാർഡിന്റെ അകമ്പടി ഒന്നും ആവശ്യമില്ല. ഈവൺ അതർവൈസ് people have regards for you as an actor. അവാർഡ് കിട്ടിലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ ആക്ടിങ് സ്റ്റുഡൻസ് വരെ നസറുദ്ദീൻ ഷാ, ഓംപുരി, മിഥുൻ ചക്രവർത്തി, അവരൊക്കെയാണ് ഞാൻ പൂനെയിൽ പഠിക്കുമ്പോൾ എൻ്റെ സഹപാഠികളായിരുന്നു. നസറുദ്ദീൻ ഷായും ഓംപുരിയൊക്കെ എൻ്റെ ഒരേ സമയമാണ്. എൻ്റെ ആദ്യത്തെ ആക്ടറാ നസറുദ്ദീൻ ഷാ. എൻ്റെ സീനിയറായിരുന്നു ഒരു വർഷം മിഥുൻ ചക്രവർത്തി. എൻ്റെ റൂമിൻ്റെ അടുത്ത റൂമിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് പ്രൊഫസറായിട്ടുള്ള ചിലരുടെ കാര്യം ഞാൻ പറയുന്നത്. മിഥുൻ ചക്രവർത്തി കുറേ പടങ്ങളിൽ എക്സ്ട്രാ റോളൊക്കെ ചെയ്ത് പെട്ടെന്ന് മൃണാൾ സെൻ മൃഗയിൽ ഒരു നാടൻ ഒരു കാട്ടുജാതിക്കാരൻ്റെ വേഷത്തിൽ അഭിനയിച്ച് പുള്ളിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. പക്ഷെ ശിവാജി ഗണേശന് എത്ര പേർക്കറിയാം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടില്ല.
മുതൽ മര്യാദ എന്നുള്ള തമിഴ് സിനിമയ്ക്ക് ഭരദ്വാജ് ചെയ്ത പടത്തിന് സ്പെഷ്യൽ ജൂറി പ്രൈസ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഈ ആക്ടിംഗ് സ്റ്റുഡൻസ് പറയുന്ന പോലെ ഈസ് എ ലെസൺ, ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഞങ്ങൾക്ക്. ശിവാജി ഗണേശൻ ഈസ് എ ടെക്സ്റ്റ് ബുക്ക് ഫോർ അസ് ഇൻ ആക്ടിങ്. പക്ഷേ എത്ര അവാർഡിന്റെ പശ്ചാത്തലം നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ പത്മശ്രീ ആയാലും പത്മഭൂഷൺ ആയാലും അവാർഡുകളായാലും വരും പോവും. അതിനും അപ്പുറത്ത് കാലം കാത്തുവെച്ച ചില അവാർഡുകളുണ്ട്. ആ അവാർഡുകൾക്ക് അർഹനായ ഒരു ഛായാഗ്രഹണ കലയിലെ സംവിധാനം ചെയ്തിട്ടുണ്ടൊരു ഇംഗ്ലീഷ് സിനിമ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ല, അതിനെക്കുറിച്ച് അതൊരു അവസരം കൊടുത്തില്ല. ഛായാഗ്രഹണ കലയിൽ ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, ഇതിനകം തന്നെ പത്മശ്രീയും പത്മഭൂഷൺ ലഭിക്കേണ്ട, ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് തന്നെ പത്മഭൂഷൺ ലഭിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്ര വൈകിയതെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടാതെ പോയില്ല തീർച്ചയായിട്ടും. ലഭിച്ചാലും ഇല്ലെങ്കിലും ഛായാഗ്രഹണ കല അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം മധു അമ്പാട്ട് ആ കലയിലെ മജീഷ്യനാണ്. അപ്പേട്ടൻ പ്രൊഫസർ ഭാഗ്യനാഥ് മാജിക് എന്ന കലയിൽ മാജിക് ഒരു അന്നത്തെ, പിന്നീടാണ് ഗോപിനാഥ് മുതുകാട് പുതിയ ജനറേഷനിൽ വരുന്നത്. അന്ന് അദ്ദേഹമായിരുന്നു ഒരു അജയനായ വ്യക്തി. അതുപോലെ ഛായാഗ്രഹണ കലയിലെ ഒരു മജീഷ്യനാണ് ശ്രീ മധു അമ്പാട്ട്.